ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. നല്ല വറുത്തരച്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. അപ്പം നമുക്കത് അതിന് വേണ്ടുന്നത് ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണ്. ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ കടല വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പം ആദ്യം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും ഒരു സവാളയും കൂടി ഇട്ടിട്ടാണ് ഒരു 4-5 വിസിലടുപ്പിക്കും. ഈ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അതാണ് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊരു 4-5 വിസിലടുപ്പിക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്ത് വരും. അതിനുശേഷം നമുക്ക് തേങ്ങ എടുക്കണം. വറുക്കാനുള്ള ആവശ്യത്തിനുള്ള തേങ്ങ ഞാനിവിടെ ഇത്രയും കടലയ്ക്ക് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയും ഒരു 7 ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതെല്ലാം ഒരേ സൈസിൽ കിടക്കും. തേങ്ങയെല്ലാം നമ്മൾ വറുക്കുന്ന സമയത്ത് പല പല സൈസിൽ കിടന്ന് അത് കരിഞ്ഞു പോകുന്നതാണ്. അത് കാരണമാണ് നമ്മളിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ അതൊന്ന് കളർ മാറി വരുമ്പം ഒരു ലോ ഫ്ലെയിമിലും സമയത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കണ്ടിന്യൂസ് നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇളക്കിയില്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കുന്നതായിരിക്കും. നമ്മൾ ഈ വറക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പം അതൊരു നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അതൊന്ന് കളറൊന്ന് മാറി നന്നായിട്ട് കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ട് അത് നന്നായിട്ട് ആ ചൂടിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് ചൂട് മാറുന്ന വരെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകുന്നതാണ്. അതിന് ഇത് നന്നായിട്ടൊന്ന് ചൂട് ഇളക്കി കൊടുക്കണം. ചെറിയ മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാൻ വെച്ച് അത് അതിനകത്തോട്ട് കുറച്ച് എണ്ണയും കുറച്ച് കടുകും ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് ഒരു സവാളയും 2-3 പച്ചമുളകും എനിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ അടിച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയും കൂടെ ഇട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് തിള വരുന്നവരെ നമുക്ക് മൂടി വെച്ചോ തുറന്ന് വെച്ചോ ഒക്കെ നമുക്ക് അത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അരപ്പെല്ലാം കടലയ്ക്കകത്ത് പിടിക്കും. അന്നേരം നമുക്ക് ഗ്രേവിയൊക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ഇടണേ. അപ്പം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ദോശ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് പോകുന്നൊരു കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.